ഹിബോൺ ചാക്കോ എഴുതിയ അമർ എന്ന കഥ. അമർ റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്. അമർ ആക്ഷൻ ഡ്രാമ പാർട്ട് 6. അപ്പോഴേക്കും കിച്ചണിൽ നിന്നും പൊതിച്ചോറുമായി ഒരാൾ എത്തി. അത് വാങ്ങി പണം ഏൽപ്പിച്ച് തിരികെ അതുമായി പ്രവീൺ സ്റ്റേഷനിൽ അമറിൻ്റെ അടുത്തെത്തി. അവനെ മാനിച്ച് കൈ കഴുകി വന്ന അമർ തൻ്റെ ടേബിളിൽ അതിഥികളുടെ ചെയറിലിരുന്ന് കഴിക്കുവാൻ പൊതി തുറന്നതും പുറത്ത് ഒരു വാഹനത്തിൽ 6 പേർ എത്തി. ഞൊടിയിടയിൽ ഇതിനകം അവർ സ്റ്റേഷനിലേക്ക് കയറി വന്നു. അതെ, അനുസരണ നിങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ പോരല്ലോ, ഞങ്ങൾക്കും ആവശ്യം വരുമ്പോൾ പഠിപ്പിക്കണ്ടേ? കൈകളിൽ ഹോക്കി സ്റ്റിക്കുകളും ഇരുണ്ട വലിയ തടിക്കഷ്ണങ്ങളുമായി നിൽക്കുന്ന ആ 6 പേരിൽ മുന്നിലായി ഉദ്ദേശം നിൽക്കുന്നവൻ എല്ലാവരോടും എന്ന പോലെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ചോറുപൊതിക്കടുത്തായി വെച്ചിരുന്ന വെള്ളം കുപ്പിയിൽ നിന്നും കൈ കഴുകി പൊതിച്ചോറിലേക്ക് ഒഴിച്ചു അമർ. പറഞ്ഞിരുന്നവൻ തുടർന്നു. ഇവിടുത്തെ ചിട്ടയും ക്രമവും ഒന്നും അങ്ങനെ അങ്ങ് മാറ്റണ്ട എന്ന മുകളിൽ നിന്നുള്ള തീരുമാനം. പോലീസുകാർ തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റു. പ്രവീണാകട്ടെ ഇരു കൈകളും ടേബിളിലൂന്നി തലയൽപ്പം കുനിച്ച് പൊതിച്ചോറിന് മുകളിലായി വന്നിരിക്കുന്ന ഗുണ്ടകൾക്ക് പുറംതിരിഞ്ഞായും നിൽക്കുന്ന അമറിനെ നോക്കി നിശ്ചലനായി നിന്നു. നിന്നെയൊക്കെ ഇങ്ങോട്ട് വിടുന്നത് ഞങ്ങൾക്കും കൂടി ഉപകാരപ്പെടാനാ, അത് മനസ്സിലാക്കാതെ ചുമ്മാ കളിക്കാൻ നിന്നാൽ എങ്ങനെ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നവൻ കയ്യിലെ സ്റ്റിക്കും ഓങ്ങി അമറിനു പിന്നിലേക്ക് അടുത്തു. കണ്ണുകളടച്ച് തലയൊന്നുകൂടി കുനിച്ച് ആട്ടിക്കൊണ്ട് നിന്നിരുന്ന അമർ ശരവേഗത്തിൽ തിരിഞ്ഞ് ഹാള് പോലെ കിടന്നിരുന്ന സ്റ്റേഷൻ്റെ ഒരു വശത്തു നിന്നും എത്തിയ ആ ഗുണ്ടയെ ഒരു കൈയാൽ സ്റ്റിക്ക് പിടിച്ചിരിക്കുന്ന കയ്യെ തടഞ്ഞു പിടിച്ച് വലത് കൈയാൽ അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവനെ വന്ന വഴി വേഗത്തിൽ പിന്നോട്ട് നടത്തിച്ച ശേഷം കാലുപൊക്കി ചവിട്ടി തെറിപ്പിച്ചു. അവൻ സ്റ്റിക്കുമായി മറ്റ് 5 പേരുടെയും മുന്നിലേക്കായിരുന്നു വീണത്. അടുത്ത നിമിഷം ഇത് കണ്ടെന്ന വിധം മറ്റു 2 പേർ ആദ്യത്തവനെ പോലെ പാഞ്ഞെടുത്തു. ഒരാൾ വീശിയ സ്റ്റിക്കിൽ നിന്നും ഒഴിഞ്ഞു മാറി മറ്റവൻ്റെ ഉരുളൻ തടിക്കഷ്ണം തടഞ്ഞ് അത് അവൻ്റെ തന്നെ തലയിലേക്ക് ശക്തമായി 2 തവണ അമർ അടിപ്പിച്ചു. മറ്റു 3 ഇതേ സമയം പാഞ്ഞെടുത്ത് അവനെ പാതി വളഞ്ഞു. പാതി യൂണിഫോമിൽ കറുത്ത ഷർട്ടിൽ മടക്കി വെച്ച കൈകളുമായി നിലകൊണ്ടിരുന്ന അവൻ അവരെ ഇരുവശങ്ങളിലേക്കും ഒന്ന് അനക്കിച്ച ശേഷം ഒരുവനെ ചാടി പിടിച്ച് ഞൊടിയിടയിൽ ഒരു പോലീസുകാരൻ്റെ ടേബിളിൽ അടിച്ചിട്ടു. പാതി തകർന്ന ടേബിളിൽ അവൻ അവശനായി കിടന്നപ്പോഴേക്കും മറ്റിരുവരും അമറിനെ ചാടി പിടിച്ചിരുന്നു. തക്കം നോക്കി എഴുന്നേറ്റോടി വന്ന ആദ്യത്തേവനെ വന്ന വഴി വീണ്ടും അമർ ചവിട്ടി തെറിപ്പിച്ചിട്ടു. പോലീസുകാർ പരിഭ്രാന്തരായി മാറി നിന്നിരുന്നു. വേഗത്തിൽ ഇരുവശത്തു നിന്നും തന്നെ പിടിച്ചിരുന്നവരെ പരസ്പരം കൂട്ടിയിടിപ്പിച്ച് വീഴ്ത്തിയ അമർ രൗദ്രഭാവത്തോടെ രണ്ടാമതെത്തിയ 2 പേരെയും പിടിച്ച് അവിടെയാകെ ഉരച്ചും തട്ടിച്ചും കൊണ്ട് നടന്നു. ആ രംഗത്തിൽ തന്നെ ശ്രദ്ധയിൽപ്പെട്ടൊരു വലിയ ലാത്തിയെടുത്ത് ശരവേഗത്തിൽ എഴുന്നേറ്റ് വന്ന 3 പേരെ മാറി മാറി മുഖത്തും ദേഹത്തുമായി തലങ്ങും വിലങ്ങും അമർ പ്രഹരിച്ച് പരമാവധി വീഴ്ത്തിയിട്ടു. മറ്റു 3 അപ്പോഴേക്കും എത്തി കൂട്ടായി അവനെ പിടികൂടി നിർത്തി. ലാത്തി കൊണ്ട് ഒരുവൻ്റെ സ്ഥാനത്ത് കുത്തിമാറ്റി മറ്റിരുവരെയും പിടിച്ചു വലിച്ചു നിർത്തി ലാത്തിയാൽ ഒരുപോലെ മുഖത്ത് ആഞ്ഞടിച്ചു. ഒരു റൗണ്ട് കൂടി 5 പേരെ തലങ്ങും വിലങ്ങും ലാത്തിയാൽ അടിച്ചു കാര്യമായ പരിക്കേൽപ്പിച്ച് വീഴ്ത്തിയ അമർ ആദ്യം വാചകസർത്ത് നടത്തിയവനെ കഴുത്തിനു പിടിച്ച് തൻ്റെ ടേബിളിലെ ചോറുപൊതിയിലേക്ക് മുഖം കുത്തിച്ച് ടേബിൾ പാതി തകർത്തു. അതേ നിമിഷം തന്നെ രൗദ്രഭാവത്തിൻ്റെ നിശ്വാസത്തോടെ ലാത്തി വലിച്ചെറിഞ്ഞ ശേഷം ഇരു കൈകളും അരക്കി കൊടുത്ത് അമർ തലയാട്ടിക്കൊണ്ട് നിലകൊണ്ടു. എല്ലാത്തിനും സാക്ഷിയായെന്ന വിധം പ്രവീൺ തലചൊറിഞ്ഞ് പ്രത്യേക ഭാവമൊന്നും കൂടാതെ വീണ് കിടന്ന 6 പേരെയും മാറി മാറി നോക്കി. ഉദ്ദേശം തകർന്നിരുന്ന ആ ഹാളാകെ കണ്ടും രംഗം കണ്ടുബോധിച്ചതിൻ്റെ ഞെട്ടൽ മാറാതെയും മറ്റു പോലീസുകാർ വനിതകൾ ഉൾപ്പെടെ സെല്ലിലുണ്ടായിരുന്ന പ്രതികളും അമ്പരം നിറച്ചു നിന്നുപോയി. പ്രവീൺ, ഇവന്മാരെ പിടിച്ചുകെട്ടി നമ്മുടെ വണ്ടിയിലിട്, ഇപ്പോൾ ഒരു സ്ഥലം വരെ പോകണം, വേഗം. കോൺസ്റ്റബിളിനെ നോക്കി അലറിക്കൊണ്ട് അമർ ഇങ്ങനെ പറഞ്ഞ ശേഷം തൻ്റെ അടുത്തു കിടന്ന് വേദനയാൽ ഞെരങ്ങിക്കൊണ്ടിരുന്ന 2 പേരെ വലിച്ചിടിച്ച് തൻ്റെ വാഹനം ലക്ഷ്യമാക്കിയെന്ന വിധം നടന്നു തുടങ്ങി. ഒരു ഞെട്ടലോടെ പ്രവീൺ തൻ്റെ പ്രവൃത്തിക്ക് തയ്യാറെടുത്തു. തല്ലുവാനെത്തിയ 6 ഗുണ്ടകളെയും കുത്തി നിറച്ച് പ്രവീണിനൊപ്പം അമർ പോലീസ് ബൊലേറോയിൽ റോയ്സിൻ്റെ വലിയ വീടിന് മുന്നിലായി പാഞ്ഞെത്തി നിന്നു. മിന്നെ പിറകെ ഹോൺ മുഴക്കി അമർ സെക്യൂരിറ്റിയെ വേഗത്തിൽ ഗേറ്റ് തുറപ്പിച്ചു. ആ നിമിഷം തന്നെ വണ്ടി പായിച്ച് വീടിൻ്റെ മുറ്റത്തേക്ക് വാതിൽക്കലേക്ക് ചെന്നു നിർത്തി. ചാടിയിറങ്ങിയ അമർ ഗുണ്ടകൾക്കിറങ്ങാനായി ഡോറുകൾ തുറന്നു തുടങ്ങി. ഒപ്പം തന്നെ പ്രവീണും. ആകെയുള്ള ബഹളം കേട്ടെന്ന വിധം റോയ്സ് മെയിൻ ഡോർ തുറന്ന് ഇറങ്ങി വന്നു. അത് ശ്രദ്ധിച്ചെന്ന വിധം ഇറങ്ങുവാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഗുണ്ടകളോടായി ഉച്ചത്തിൽ അമർ പറഞ്ഞു,
പെട്ടെന്ന് ഇറങ്ങിയില്ലേൽ ബുദ്ധിമുട്ടാണേൽ അടിച്ചു ഞാനിറക്കും, അവിടുന്ന് കയറ്റിയതുപോലെ. അപ്പോൾ തന്നെ അമറിൻ്റെ നീട്ടിയ കൈയിലേക്ക് വണ്ടിയിൽ നിന്നും ലാത്തി എടുത്തെറിഞ്ഞു കൊടുത്തു പ്രവീൺ. ഭയന്നെന്ന വിധം ഓരോരുത്തരായി ഉള്ള ഊർജവും വെച്ച് ഇറങ്ങി തുടങ്ങി. എന്തു ചെയ്യണമെന്നറിയാതെയുള്ള വിധം മുണ്ടും ഇന്നർ ബനിയനും മാത്രമിട്ട് നിന്നിരുന്ന റോയ്സിൻ്റെ മുന്നിലേക്ക് അമർ ഗുണ്ടകളുടെ നേതാവിനെ കുത്തിനു പിടിച്ച് മറുകൈയിൽ ലാത്തിയുമായി കൊണ്ടുചെന്നിട്ടു. റോയ്സിൻ്റെ കാൽച്ചുവട്ടിൽ കിടന്ന് പ്രഹരങ്ങളുടെ വേദനയാൽ പാതി ബോധത്താൽ എന്ന വിധം മെല്ലെ പുളഞ്ഞുകൊണ്ടിരുന്നു അയാൾ. ഏയ്, വിട്ടത് നിങ്ങളാണെങ്കിലും ഇവന്മാരെ ഇതുപോലെ സേഫായിട്ട് ഇവിടെ എത്തിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? വളരെ ലാഘവത്തോടെ ലാത്തി കക്ഷത്തിലൊതുക്കി അമർ മന്ദഹാസത്തോടെ റോയ്സിനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും മറ്റഞ്ച് ഗുണ്ടകൾ വളരെ പണിപെട്ട് പ്രവീണിൻ്റെ അകമ്പടിയോടെ അവരുടെ അടുത്തേക്കെത്തി നിന്നു. ആ സമയം തന്നെ അകത്തുനിന്നും റീന റോയ്സിനടുത്തേക്ക് എത്തി. കൊച്ചെവിടെ? അവൻ ഉറങ്ങിയോ? പെട്ടെന്നൊരു നിമിഷം തൻ്റെ ഭാര്യയെ ശ്രദ്ധിച്ച് റോയ്സ് ചോദിച്ചു. അവൻ ഉറങ്ങിയിട്ട് കുറച്ചു നേരമായി. എന്താ, എന്തുപറ്റി ഇവരിവിടെ? അമറിനെയും കൂട്ടരെയും നോക്കി അവളിങ്ങനെ റോയ്സിനോടുള്ള മറുപടി വാചകങ്ങൾ നിർത്തി. റോയ്സ് മറുപടിയായി അമറിനെ നോക്കിപ്പോയതും രംഗം മനസ്സിലാക്കിയെന്ന വിധം അവൻ തുടർന്നു പറഞ്ഞു. കാര്യഗൗരവമില്ലാതെ പെരുമാറാൻ തുടങ്ങിയാൽ ബുദ്ധിമുട്ടായിരിക്കും. ഗുണ്ടകളുടെ അവസ്ഥയെയും അമറിനെയും പ്രവീണിനെയും 2 നിമിഷം മാറി മാറി നോക്കിയ ശേഷം റോയ്സ് മുഖം കറുപ്പിച്ച് ദേഷ്യഭാവത്തിൽ മറുപടിയായി പറഞ്ഞു. പാതിരാത്രി വീട്ടിൽ കയറി വന്ന് പെർഫോമൻസ് ഇറക്കിയാലൊന്നും ഇത് തീരുമെന്ന് വിചാരിക്കണ്ട. മറുപടിക്കായി ഒന്നാലോചിച്ചയുടൻ കക്ഷത്തിലെ ലാത്തിയെടുത്ത് ഒരു ഗുണ്ടയെ ആഞ്ഞൊന്നടിച്ചു അമർ. റോയ്സിൻ്റെ ദേഷ്യം ഇരട്ടിച്ചു. റീനയുടെ മുഖം മാറി. അടികൊണ്ട ഗുണ്ട നിലവിളിച്ചതിനൊപ്പം. ഇവന്മാരോട് ഇറങ്ങിപ്പോകാൻ പറ, ഇല്ലെങ്കിൽ നമുക്ക് ആരെയെങ്കിലും വിളിച്ച് പറ. റോയ്സിനോട് ചേർന്ന് എന്നാൽ ദൃഢതയോടും കൂസലില്ലാതെയും റീന തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. ഇത് കേട്ട് അവളെ അമർ ശരിക്കുമൊന്ന് നോക്കി. അവൾ മറുപടി എന്ന വിധം മുഖം കൂടുതൽ കറുപ്പിച്ച് രൗദ്രമാക്കി തിരികെ നോക്കി തന്നെ നിലകൊണ്ടു. അയ്യോ, അതിന് ഞാൻ ഇവിടെ തങ്ങാനൊന്നും വന്നതല്ല. ഇറങ്ങി വന്നപ്പോൾ ഒന്ന് ഗവനിച്ചെന്നേ ഉള്ളൂ, ബുദ്ധിമുട്ടണ്ട. പെട്ടെന്നൊന്ന് മന്ദഹസിച്ചുകൊണ്ട് റോയ്സിനെ മുൻനിർത്തി റീനയോട് അവൻ ഇങ്ങനെ പറഞ്ഞു. റോയ്സ് കുറച്ചുകൂടി രൗദ്രമയമായി. ഇരുവരെയും മുൻനിർത്തി പിറകിലേക്ക് ലാത്തിയുമേന്തി ചുവടുവെച്ച അമറിനോടായി ഇങ്ങനെ റോയ്സ് പറഞ്ഞു. എനിക്ക് നേരിട്ട് മുട്ടാൻ അറിയാൻ വയ്യാത്തോണ്ടാന്ന് വിചാരിക്കേണ്ട നീ. എനിക്കിവിടെ പേരും എൻ്റെ കാര്യങ്ങളുമുണ്ട്, ഓർത്തോ നീ. ദേഷ്യത്തിൻ്റെ അങ്ങേയറ്റമെത്തി ഇങ്ങനെ പറഞ്ഞ റോയ്സിനെ പക്ഷേ ലാഘവത്തോടെ ചുവടുവെപ്പ് നിലപ്പിച്ചു നിന്ന് അമർ കേട്ടതേയുള്ളൂ. റോയ്, നീ ഇവിടെ വെച്ച് വെറുതെ സീനുണ്ടാക്കണ്ട. നിനക്കിത് കൈകാര്യം ചെയ്യാൻ ഒരു വഴിയേ ഉള്ളോ? റോയ്സിനെ പിടിച്ച് പിറകിലേക്കൽപ്പം വലിക്ക് ഉച്ചത്തിലായിപ്പോയി റീന ഇങ്ങനെ പറഞ്ഞത്. വേഗത്തിൽ തിരിഞ്ഞ് ലാത്തി പ്രവീണിലേക്ക് എറിഞ്ഞു കൊടുത്ത് വണ്ടിയുടെ പിന്നിലൂടെ കറങ്ങിച്ചെന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറി അമർ ഡോറടച്ചു. ഒപ്പം ധൃതിയിൽ പ്രവീണും കയറി. മുന്നോട്ട് ഉടനടി തന്നെ അമർ വാഹനം പായിച്ച് കയറി വന്നപ്പോഴത്തെ പോലുള്ള വലിയ ഹോൺ തുരുതുരാ മുഴക്കി സെക്യൂരിറ്റിയെ വിറപ്പിച്ച് ഗേറ്റ് തുറപ്പിച്ച് അമർ കടന്നുപോകുന്ന ശബ്ദത്തെ ഉന്നം വെച്ച് 2-3 നിമിഷം റോയ്സ് അവിടെ തന്നെ നിന്നു. ഒപ്പം റീനയും. അപ്പോഴും പ്രഹരമേറ്റതിൻ്റെ ആഘാതത്താൽ വലയുകയായിരുന്നു ഇരുവരുടെയും മുന്നിൽ കിടന്ന ഗുണ്ടകൾ 6. 2 ദിവസങ്ങൾക്ക് ശേഷമുള്ളൊരു സായാഹ്നത്തിൽ അലിയാത്ത വിധം മുങ്ങിക്കിടക്കുകയാണ് റോയ്സിൻ്റെ വലിയ വില്ല. ഒരു പോലീസ് മേധാവി, 2 മന്ത്രിമാർ, ബിസിനസ്മാന്മാരെന്ന് തോന്നിക്കുന്ന മറ്റ് 4 പേർ ഹാളിൽ ഒരു നീണ്ടു ചെറിയ ടേബിളിന് ഇരുവശങ്ങളിലുമായി ഇരിക്കുകയാണ്. അവർക്ക് അകമ്പടി എന്ന വിധം ടേബിളിൽ ഓരോ ഗ്ലാസ്സിലായി വിവിധതരം മദ്യവും മദ്യക്കുപ്പികളും അനുബന്ധങ്ങളും ഇരിക്കുകയാണ്. ഇവയ്ക്കെല്ലാം കാവലെന്ന വിധം പുറത്ത് 2 വണ്ടി ചെറുതും വലുതുമായ ഗുണ്ടകളും നിലകൊള്ളുകയാണ്. അമർ, റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്.